ഈ സിനിമ എന്തുകൊണ്ടും ഒരു ഫാമിലി എന്താ ഒരു കുടുംബ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കാതെ എല്ലാ ടൈപ്പ് ഇനി ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് കോമഡിക്ക് കോമഡി സിറ്റുവേഷൻ കോമഡിയാണ്, ചുമ്മാ ചളി കോമഡി അല്ല, ഒട്ടും ചളി കോമഡികളില്ല അല്ലേ, ലാഗില്ല അല്ലേ. ചിലർ പറയണ കിരീടത്തിലെ മോഹൻലാലിനെ പോലെ തോന്നി, ഇപ്പൊ ട്രെയിലർ കണ്ട പറഞ്ഞു സദയത്തിലെ മോഹൻലാൽ, അങ്ങനെ നമുക്ക് ഇപ്പോൾ മുണ്ട് മടക്കി കുത്തുന്ന നരസിംഹത്തിലെ മോഹൻലാൽ, അങ്ങനെ ഏതൊക്കെ മോഹൻലാലിനെ പോലെ നമുക്ക് കോരിത്തെരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഈ സിനിമയിൽ ഒറ്റ സിനിമയിൽ കിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഫാൻ ബോയ് സംഭവം അല്ലേ. അല്ലാതെ ഭയങ്കര നമ്മൾ ഒന്നിനെ കുറ്റപ്പെടുത്തി പറയല്ലോ, ഭയങ്കരമായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ വന്ന് മോഹൻലാലിനെ കൊണ്ട് ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കി, അത് മാത്രമല്ല ഫാൻ ബോയ് സംഭവം അല്ലേ. ഇതും ഒരു ഫാൻ ബോയ് സംഭവമാണ്. ചില നടന്മാരുണ്ട് എന്തെങ്കിലും ട്രോളിയാലൊക്കെ ഭയങ്കര അസഹിഷ്ണുതയാണ് അല്ലേ. പക്ഷേ ലാലേട്ടനെ നിങ്ങൾ കണ്ടു പഠിക്കണം, യുവ നടന്മാരൊക്കെ കണ്ടുപഠിക്കണം. കാരണം വിനയത്തോടെ എങ്ങനെ ട്രോളുകളെ തിരിച്ച് പ്രതികരിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾ കാണണം. അശ്വന്ത് കോക്ക് പറഞ്ഞില്ലേ മലങ്കൾട്ട്, ഇങ്ങനെ കുറെ ട്രോളുകളുണ്ട്. ഈ നിങ്ങൾക്കൊരു തിരിച്ചടി തന്നെയാണ് ഈ സിനിമ. അതെന്താ ഈ ട്രോളുകൾക്കെല്ലാം ലാലേട്ടൻ തന്നെ അതിനെങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്, ലാലേട്ടൻ ഈ ട്രോളുകളൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ലാലേട്ടൻ എടുത്തിരിക്കുന്നത് എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. സുഹൃത്തേ, എങ്ങനെ ഉണ്ടായി തുടരും എന്നുള്ള സിനിമ? സത്യസന്ധമായിട്ട് പറയണം, ഒരു തരത്തിലും മായം കലർത്തരുത്, സത്യസന്ധമായിട്ട് പറയണം. എങ്ങനെ ഉണ്ടായി തുടരും? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സൂപ്പർ പടമാണ്, ഒരു കുറവുമില്ല. പേഴ്സണലി ഒരു കുറവുമില്ല പറഞ്ഞാൽ ഒരു കുറവുമില്ല. അതെ, സംവിധായകൻ്റെ സിനിമയാണ് ആക്ച്വലി തുടരും. അവിടെ നമുക്കൊരു ലാലേട്ടൻ എന്നൊരു സ്റ്റാറിനെ കാണാനേ കഴിയില്ല. അത് തുടരുന്ന ഒരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ട ഒരു മികച്ച കുടുംബ ചിത്രം ലാലേട്ടൻ്റെ അല്ലേ. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു കുടുംബ ചിത്രമാണ്. എന്നാലും ഒരു യൂത്തിന് വേണ്ട മാസ് മസാല അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുടുംബ ചിത്രമായിട്ട് മാത്രം ഒതുക്കരുത്, ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രം. ഇതങ്ങനെയല്ല, ഇത് എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും എന്തൊക്കെ വേണോ അതൊക്കെ ഇതിലുണ്ട്, അതൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇതൊരു ഫീൽ ഗുഡ്, ഒരു ഫാമിലി, ഒരു അങ്ങനത്തെ ഒരു സംഭവം, ഒരു ഡ്രാമ, ഇതൊന്നുമല്ല. നിങ്ങൾ തിയേറ്ററിൻ്റെ അകത്ത് പോയിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും രണ്ടും ഒന്നിനോടൊന്ന് മികച്ചത്. പക്ഷെ സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ കളി മാറി അല്ലേ. നമുക്ക് പല സിനിമകളിലെ മോഹൻലാലിനെ കാണാൻ പറ്റും, അതിലൊരു സംശയം വേണ്ടല്ലോ. അതെ അതെ, പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ട്രെയിലറിൽ കണ്ട സീൻസും വിഷ്വൽസും എല്ലാം വെറും ഫസ്റ്റ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫ് നേരെ പടം തിരിയാണ്. അതെ, അത് വേറൊരു തലോടെ വേറൊരു സിനിമയാണ്. ചിലർ പറയുന്നുണ്ട് ദൃശ്യത്തിനെ പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ, അതൊക്കെ നമ്മുടെ തോന്നലുകളാണ്. ദൃശ്യം പോലെ തോന്നും, ഒപ്പം പോലെ തോന്നും. ചിലർ പറയണ കിരീടത്തിലെ മോഹൻലാലിനെ പോലെ തോന്നി, ഇപ്പോൾ ട്രെയിലർ കണ്ട പറഞ്ഞു സദയത്തിലെ മോഹൻലാൽ, അങ്ങനെ നമുക്ക് ഇപ്പോൾ മുണ്ട് മടക്കി കുത്തുന്ന നരസിംഹത്തിലെ മോഹൻലാൽ, അങ്ങനെ ഏതൊക്കെ മോഹൻലാലിനെ പോലെ നമുക്ക് കോരിത്തെരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതെല്ലാം ഈ സിനിമയിൽ ഒറ്റ സിനിമയിൽ കിട്ടും. കാരണം എനിക്ക് തോന്നുന്നു ഇതൊക്കെയാണ് ഫാൻ ബോയ് സംഭവം അല്ലേ. അല്ലാതെ ഭയങ്കര നമ്മൾ ഒന്നിനെ കുറ്റപ്പെടുത്തി പറയല്ലോ, ഭയങ്കരമായിട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ വന്ന് മോഹൻലാലിനെ കൊണ്ട് ഭയങ്കരമായിട്ട് പൈസ ചെലവാക്കി, അത് മാത്രമല്ല ഫാൻ ബോയ് സംഭവം അല്ലേ. ഇതും ഒരു ഫാൻ ബോയ് സംഭവമാണ്. അതെ, ഈ കഴിഞ്ഞ മോഹൻലാലിന്റെ ഫാൻസിന് വേണ്ടി മുണ്ട് മടക്കി കുത്തണ ഒരു സാധാ ഒരു സിനിമയല്ല. സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ മുണ്ട് മടക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ ലാലേട്ടനെ ട്രോളിക്കൊണ്ടിരിക്കണ ഒരു സ്വഭാവം പൊതുവേ മലയാളികൾക്കുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞേ, താടി, പിന്നെ പണ്ടത്തെ പോലെ എക്സ്പ്രഷൻ വന്നില്ല, മലങ്കൾട്ട്, അശ്വന്ത് കോക്ക് പറഞ്ഞില്ലേ മലങ്കൾട്ട്, ഇങ്ങനെ കുറെ ട്രോളുകളുണ്ട്. നിങ്ങൾക്കൊരു തിരിച്ചടി തന്നെയാണ് ഈ സിനിമ. അതെന്താ ഈ ട്രോളുകൾക്കെല്ലാം ലാലേട്ടൻ തന്നെ അതിനെങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്, ലാലേട്ടൻ ഈ ട്രോളുകളൊക്കെ കേട്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് ലാലേട്ടൻ എടുത്തിരിക്കുന്നത് എന്നുള്ളത് പോലും നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. അല്ലാതെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ ട്രോളുകളോടൊക്കെ അസഹിഷ്ണുത, ചില നടന്മാരുണ്ട് എന്തെങ്കിലും ട്രോളിയാലൊക്കെ ഭയങ്കര അസഹിഷ്ണുതയാണ് അല്ലേ. പക്ഷേ ലാലേട്ടനെ നിങ്ങൾ കണ്ടു പഠിക്കണം, യുവ നടന്മാരൊക്കെ കണ്ടു പഠിക്കണം. കാരണം വിനയത്തോടെ എങ്ങനെ ട്രോളുകളെ തിരിച്ച് പ്രതികരിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾ കാണണം. ഈ സിനിമ എന്തുകൊണ്ടും ഒരു ഫാമിലി എന്താ ഒരു കുടുംബ ചിത്രം എന്നൊക്കെ പറഞ്ഞ് ഒതുക്കാതെ എല്ലാ ടൈപ്പ് ഇനി ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക് കോമഡിക്ക് കോമഡി സിറ്റുവേഷൻ കോമഡിയാണ്, ചുമ്മാ ചളി കോമഡി അല്ല, ഒട്ടും ചളി കോമഡികളില്ല അല്ലേ, ലാഗില്ല അല്ലേ. തീർച്ചയായിട്ടും അതുകൊണ്ട് മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല, മമ്മൂട്ടി ഫാൻസിനും സുരേഷ് ഗോപി ഫാൻസിനും ദിലീപ് ഫാൻസിനും ഇനി ആർക്കൊക്കെ ഫാൻസ് ഉണ്ടോ അവർക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ ഒരു നല്ല മോഹൻലാൽ പടം.
നല്ലൊരു സിനിമയാണ്. പിന്നെ ശോഭന മാമിനെ ഒപ്പമുള്ള ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു തിരിച്ചുവരവാണ് ശോഭന മാമിൻ്റെ. അതൊക്കെ ഭയങ്കര രസമുണ്ട്. കാരണം അവർക്കൊക്കെ ഇപ്പോൾ സാധാരണ നമ്മൾ ഡബ്ബിങ് വേഷങ്ങളാണ് കണ്ടിട്ടുള്ളത്. ശോഭന മാമിന് കൊടുക്കുമ്പോൾ വേറെ ആരെങ്കിലും ഡബ് ചെയ്യും മലയാളം, കാരണം പുള്ളിക്കാരത്തിക്ക് അത്ര മലയാളം വഴങ്ങില്ല. പക്ഷേ പുള്ളിക്കാരത്തി തന്നെയാണ് ഈ സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സവിശേഷതയുണ്ട്. ശോഭന മാമിൻ്റെ അതേ വോയിസിലാണ് ഈ സിനിമയിലെ കഥാപാത്രം സംസാരിക്കുന്നത്. അതൊരു വലിയ സവിശേഷതയാണ്. അപ്പോൾ ശോഭന മാമിൻ്റെ സ്വന്തം വോയിസിൽ ഒരു കഥാപാത്രം വന്നിരിക്കുകയാണ്. ആ കഥാപാത്രം ഒരു ഏച്ചുകെട്ടലില്ലാതെ നല്ല രീതിക്ക് തന്നെ സംവിധായകൻ തരുൺ മൂർത്തിക്കാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അനുസരിച്ചിട്ടാണ് അവരുടെ ക്യാരക്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അല്ല ചുമ്മാ മോഹൻലാൽ ശോഭന എന്നൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്നുള്ളതിൽ കൊണ്ടുവന്നിരിക്കുന്നതല്ല. കറക്റ്റായിട്ട് റീസണബിൾ ആണ് എല്ലാം. എന്തുകൊണ്ട് മോഹൻലാലിനൊപ്പം ശോഭന വന്നു? ഓരോ കഥാപാത്രങ്ങളും റീസണബിൾ ആണ്. അതുപോലെ ബിനു പപ്പു മലയാള സിനിമയിലെ ഔദ്യോഗിക പോലീസ് ഓഫീസർ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ദൃശ്യത്തിൽ നമുക്കൊരു പോലീസുകാരനുണ്ടെങ്കിൽ ഇവിടെ വേറൊരു പോലീസുകാരനാണ്. കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ ബിനു പപ്പു, അതൊരു വേറെ റേഞ്ചാണ്. കുതിരവട്ടം പപ്പുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കോമഡികളിലൂടെയൊക്കെ. പക്ഷേ ഇതിന് കോമഡിയും പറ്റും, പക്ഷെ കട്ട വില്ലനിസവും പറ്റും അല്ലേ? അത് വേറൊരു റേഞ്ച്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്കായാലും എല്ലാം ആയാലും ഭയങ്കര. പിന്നെ ഇതിലൊരു പുതിയ ഒരാളുണ്ട്, ഞാൻ ഇതിനു മുമ്പ് അദ്ദേഹത്തെ പേരറിയില്ല, അദ്ദേഹത്തിന് ഒരു സിനിമയിൽ കണ്ടിട്ടുമില്ല. ആ ആളുണ്ടല്ലോ ഒന്നും പറയാനില്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഈ സിനിമയുടെ പേരിൽ അയാൾ അറിയപ്പെടും എന്നുള്ളത്, അദ്ദേഹം അറിയപ്പെടും ഈ സിനിമയുടെ പേരിൽ. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തന്നെ പുള്ളിനോട് ദേഷ്യമാണോ ഫ്രസ്ട്രേഷൻ ആണോ കൈ കിട്ടുന്ന കൊടുക്കാന്ന് തോന്നുന്ന തരത്തിലാണ് പുള്ളിയുടെ പെർഫോമൻസ്. അതൊരു ആക്ടറുടെ ഒരു വലിയ വിജയമാണ് അല്ലേ? അപ്പൊ ആ ആക്ടർ ഈ സിനിമയിലെ പ്രധാനിയായിട്ടുള്ള ആ ആക്ടർ ആരാണെങ്കിലും നിങ്ങൾക്കൊരു സെല്യൂട്ട്, ഒരു രക്ഷയിലായിരുന്നു അല്ലേടാ. പിന്നെ ലാലേട്ടൻ അഭിനയിക്കാൻ അറിയില്ല, ലാലേട്ടൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഈ സിനിമ തുടച്ചു മാറ്റിയിട്ടുണ്ട്. അഭിനയ പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണ്. അതെ, ഒരുപാട് ക്ലോസപ്പ് ഷോട്ടുകളുണ്ട്. ആ ക്ലോസപ്പ് ഷോട്ടുകളൊക്കെ ഒന്ന് കണ്ടു നോക്കണം. എന്നിട്ട് വിമർശകർ പറയണം അദ്ദേഹത്തിന് എക്സ്പ്രഷൻ വരുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ പുരുക അഭിനയിക്കുന്നില്ലേ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിളുകൾ എങ്ങനെ എന്നൊക്കെ നിങ്ങൾ എന്നിട്ട് ഒന്ന് ജഡ്ജ് ചെയ്യൂ. അത്രയും ക്ലോസപ്പ് ഷോട്ടുകൾ ഇതിലുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. എല്ലാ വിമർശകർക്കും ഉള്ള ഒരു മാന്യമായ മറുപടി, അല്ലാതെ ചുമ്മാ ഒരു അല്ലേ കരണത്തടി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. വളരെ മാന്യമായ ഒരു മറുപടിയാണ് ലാലേട്ടൻ കൊടുത്തിരിക്കുന്നത്. വിമർശകരോടും സ്നേഹം എന്നുള്ള നിലയിലാണ് പെർഫോമൻസ്. എമ്പുരാനും തുടരും കൂടി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ കൂടുതൽ സാറ്റിസ്ഫൈഡ്? എമ്പുരാനും തുടരും എന്നുള്ള രണ്ട് സിനിമകളാണ്, രണ്ട് സ്കെയിലുള്ള സിനിമകളാണ്. ഒന്നൊരു പാൻ ഇന്ത്യൻ ലെവൽ ഭയങ്കര ബഡ്ജറ്റുള്ള ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തു വന്ന ഒരു സിനിമ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് വൈസ് ഒന്നും എമ്പുരാന്റെ കൂടെ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു ഭയങ്കരമായ ഹൈപ്പൊന്നും വേണ്ട, ഒരു മോഹൻലാൽ പടം കയറി കൊളുത്താന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളായി മാറിയിരിക്കുകയാണത്. നമുക്ക് ഇതിന് വലിയ പ്രസ് മീറ്റോ ഭയങ്കരമായ പ്രൊമോഷനോ ഇനി ഇൻ്റർവ്യൂകൾ മോഹൻലാൽ ശോഭനയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് പ്രൊമോഷനൊക്കെ ഇവർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ഒരു ഹൈപ്പില്ലാതെ വന്ന് പടം കയറി കൊളുത്തിയിട്ടുണ്ട്. അത് ദൃശ്യം പോലെ. അതെ, ദൃശ്യം പോലെ. ദൃശ്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഒരു 11 മണിക്ക് ഉള്ള ഷോന് അപ്രതീക്ഷിതമായിട്ട് കണ്ട ഒരു സിനിമയാണ്. കാരണം ബൈക്ക് സർവീസിന് കൊടുത്തു, വേറെ ഒന്നും ചെയ്യാനില്ല, അങ്ങനെ കയറി കണ്ടാണ്. കാരണം അത് തിരക്കില്ല. അതെ അതെ. പിന്നെ ആ സിനിമയുടെ ദൃശ്യത്തിന്റെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് ഞാൻ ദൃശ്യം ഫസ്റ്റ് പാർട്ട് ആദ്യത്തെ ഷോ ശരിക്കും ഫാൻസ് പോലും കയറി കണ്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഫാൻസ് ഉണ്ട്. അവന്മാർ പോലും ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഷോ കയറി കണ്ടിട്ടില്ല. കാരണം അന്ന് ഒരുപാട് മോഹൻലാൽ സിനിമകൾ ഇങ്ങനെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവരും പറഞ്ഞത് വലിയ പ്രതീക്ഷയൊന്നുമില്ല, ഒരു സാധാരണ അവിടെ ഉണ്ടെന്നൊക്കെ. പക്ഷേ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ കളി മാറി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 50ാമത്തെ ദിവസം പോലും റോഡ് ബ്ലോക്കായിരുന്നു. അമ്മമാരും അപ്പൂപ്പന്മാരും വെല്ലിച്ചന്മാരും എവിടെ നിന്നൊക്കെയാണ് ആളുകൾ തമ്പുരാനറിയാം. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പടമാണ് ദൃശ്യം. അതെന്തുകൊണ്ട് ഒരു നല്ല പടമാണ് എന്നൊരു മോഹൻലാൽ പടത്തിന് പേര് കിട്ടിയുണ്ട്. അതുപോലെ പേര് കിട്ടാൻ പോകുന്ന ഒരു പടമാണ് തുടരും. നല്ല പടമാണ്, ഒരു രക്ഷയുമില്ലാത്ത ഒരു നല്ല പടമാണ്. എനിക്ക് പേഴ്സണലി എമ്പുരാനും കണ്ടു, തുടരും കണ്ടു. എമ്പുരാനും ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് തുടരും സെക്കൻഡ് ഹാഫ് ഭയങ്കര ടെൻഷനാക്കി. ഞങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അത്? സെക്കൻഡ് ഹാഫ് ചില കാര്യങ്ങൾ നമുക്ക് തോന്നും പ്രഡിക്റ്റബിൾ ആണെന്ന്. പക്ഷെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനുശേഷം സംഭവിക്കുന്നു എന്നുള്ളതിലാണ് ഈ സിനിമയുടെയും ഇതിൻ്റെ സംവിധായകൻ്റെയും എല്ലാവരുടെയും വിജയം. ശരിക്കും ഞാൻ തരുൺ മൂർത്തിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുകയാണ്. കാരണം ചുമ്മാ വെറുതെ തള്ളലല്ല, ഇതിലെല്ലാം ഉണ്ട്. പുള്ളി പറഞ്ഞ കാര്യങ്ങളും അതിനേക്കാളും മുകളിലും ഈ സിനിമയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് മൊത്തം ക്രൂവിനും വിഷ്വൽ ട്രീറ്റ് എന്ന് പറയില്ല, ഒരു ഫാമിലി ട്രീറ്റ് ആണ് ഈ സിനിമ. അതന്നെ, എല്ലാ ജനറേഷനും ഏത് ജനറേഷനും ആസ്വദിക്കാവുന്ന, എൻജോയ് ചെയ്യാവുന്ന ഒരു പടം. എനിക്കിനി ഒന്നേ പറയാനുള്ളൂ. കുറേ വാചകങ്ങൾ കണ്ടു, തലമുറകളുടെ നായകൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ ഒരുപാട്. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, മലയാള സിനിമയിലെ അഭിനയ കലയുടെ രാജാവായി മോഹൻലാൽ തുടരും.